ചീഫ് സെക്രട്ടറി എന്ന നിലയിൽ ശാരദാ മുരളീധരന്റെ പ്രവർത്തനം കറുപ്പാണെന്നും മുൻഗാമിയും ഭർത്താവുമായ വി വേണുവിന്റെ പ്രവർത്തനം വെളുപ്പാണെന്നുമായിരുന്നു പരാമർശം. ഓഫീസിലെത്തിയ ഒരാളാണ് ചീഫ് സെക്രട്ടറിയോട് ഇങ്ങനെ പറഞ്ഞത്. ഇക്കാര്യം വെളിപ്പെടുത്തി FBയിലിട്ട ആദ്യത്തെ പോസ്റ്റ് ശാരദാ മുരളീധരൻ പിൻവലിച്ചു. പിന്നീട് ഇക്കാര്യം ചർച്ച ചെയ്യണമെന്ന അഭ്യുദയകാംക്ഷികളുടെ അഭ്യർത്ഥനയെ തുടർന്നാണ് വീണ്ടും പോസ്റ്റ് ചെയ്തത്. തനിക്ക് നേരെയുണ്ടായ പരാമർശവും കറുപ്പിന്റെ പേരിൽ ബാല്യകാലം മുതൽ കേൾക്കേണ്ടി വന്ന അവഹേളനവും തന്നിൽ അതുണ്ടാക്കിയ മാനസിക അസ്വസ്ഥതകളും പങ്കുവയ്ക്കുന്ന ഹൃദയസ്പർശിയായ കുറിപ്പാണ് ശാരദാ മുരളീധരൻ ഫേസ്ബുക്കിലൂടെ പങ്കുവച്ചത്. ഇത് അത്ര അൺഎക്സ്പെക്റ്റഡ് ആയിരുന്നു. അപ്പോൾ അതിൻ്റെ ഒരു ചെറിയൊരു അങ്കലപ്പായിരുന്നു. പിന്നെ മനസ്സിൽ തോന്നി ഇത് ആക്ച്വലി ഒരു വ്യക്തിയിലുണ്ടാകുന്ന ഒരു പരാമർശത്തിനപ്പുറത്ത് നമ്മുടെ എല്ലാവരും ഒരു സമൂഹം എന്നുള്ള നിലയ്ക്ക് നമ്മൾ ഇന്റേണലൈസ് ചെയ്തിട്ടുള്ള ഒരു മനോഭാവത്തിൻ്റെ പ്രതിഫലനമല്ലേ. അപ്പോൾ അതുകൊണ്ട് തന്നെ അതിനെ ഒന്ന് കോൾ ഔട്ട് ചെയ്യേണ്ടതല്ലേ എന്ന് തോന്നി. സമൂഹമാധ്യമങ്ങളിലടക്കം വ്യാപക പിന്തുണയാണ് ശാരദാ മുരളീധരന് ലഭിക്കുന്നത്. കറുപ്പിനെ ദുർവ്യാഖ്യാനം ചെയ്യുന്ന മസ്തിഷ്കങ്ങൾക്കെതിരെ ഒട്ടേറെ പ്രമുഖരും നിലപാടെടുത്തു. കറുപ്പിന് എന്താ കുഴപ്പം? അത് തിരിച്ചു ചോദിച്ചു എന്നുള്ളതാണ് ആ പോസ്റ്റിൻ്റെ ഏറ്റവും വലിയ ഒരു പ്രസക്തി. അതിലൊന്നും ഒരു കാര്യമില്ലാത്ത കാലമാണ്. മാത്രമല്ല, അങ്ങനെ ചിന്തിക്കുന്നത് പോലും പൊളിറ്റിക്കലി ഇൻകറക്റ്റാണ്. കാക്ക കറുപ്പാണ്, കാക്ക കുളിച്ചാൽ കൊക്കാവുമോ എന്ന് ചോദിക്കും. അപ്പോൾ എൻ്റെ മനസ്സിൽ അന്നേ ചെറുപ്പത്തിൽ തോന്നി, കൊക്ക് കുളിച്ചിട്ട് കാക്കയായിട്ടുണ്ടോ? കറുത്തത് മോശമല്ല എന്ന് ചിന്തിക്കുന്ന അവസ്ഥയിലേക്ക് ഓരോ മനുഷ്യനും എത്തുമ്പോഴാണ് കറുപ്പനും വെളുപ്പനും വ്യത്യാസമില്ല എന്ന് തിരിച്ചറിയാൻ കഴിയുക. ജെൻ എക്സ് എന്നും ആൽഫ ജനറേഷൻ നമുക്ക് പറയുന്നത്, നമ്മൾ ഏറ്റവും മിനിമം പൊളിറ്റിക്കൽ കറക്റ്റ്നെസ് ആ കുട്ടികളിൽ നിന്നൊന്ന് കണ്ടുപഠിക്കണം. അവർക്കിടയിൽ ഇങ്ങനെ ശരീരഘടനയുടെ പേരിലുള്ള ഏതെങ്കിലും തരത്തിലുള്ള വട്ടപ്പേരുകളൊന്നും ഇല്ലാത്തൊരു കാലഘട്ടത്തിലൂടെ അവർ കടന്നുപോകി. നിറത്തിന്റെ പേരിലുള്ള ശാരീരിക അവഹേളനം മാത്രമല്ല, ചീഫ് സെക്രട്ടറി എന്ന നിലയിലുള്ള പ്രവർത്തനത്തെ കൂടിയാണ് കറുപ്പെന്ന പദം ഉപയോഗിച്ച് ശാരദാ മുരളീധരനെതിരെ അധിക്ഷേപമുണ്ടായത്. മാതൃഭൂമി ന്യൂസ്, തിരുവനന്തപുരം.